ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജോലിയെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതായത് ഞാനിവിടെ ഡംഫ്രീസിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജോലി എങ്ങനെയാണ്, വളരെ ഈസിയാണോ, അതേപോലെ എൻ്റെ സാലറി എത്രയാണ്, അതേപോലെ എൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ്, അങ്ങനെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ സ്കൂൾ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് എല്ലാ സെക്കൻഡറി സ്കൂൾസിനും, പ്രൈമറി സ്കൂൾസിനും സെക്കൻഡറി സ്കൂൾസിനും സയൻസ് ടെക്നീഷ്യനും ടെക്നീഷ്യനും ഉണ്ട്. അത് ടെക്നിക്കൽ വുഡ് വർക്കാണ് ഇവിടെ ടെക്നിക്കൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ടെക്നീഷ്യൻ ഉണ്ട്. അതേപോലെ തന്നെ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ സെക്കൻഡറി സ്കൂൾസിനും ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വളരെ കുറവാണെങ്കിൽ, ചില വില്ലേജ് ഏരിയാസ് ഒക്കെ വരികയാണെങ്കിൽ അവിടെ ചിലപ്പോൾ സെക്കൻഡറി സ്കൂളിൽ വളരെ കുറഞ്ഞ സ്റ്റുഡൻസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സ്കൂൾ ടെക്നീഷ്യൻ എന്നുള്ള പേരിൽ ഒരു ഒറ്റ ടെക്നീഷ്യൻ ആയിരിക്കും സയൻസിൻ്റെയും അതേപോലെ തന്നെ ടെക്കിൻ്റെയും, അതായത് വുഡ് വർക്കിൻ്റെയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവരെ സ്കൂൾ ടെക്നീഷ്യൻ എന്നാണ് വിളിക്കാറ്. ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ ഏകദേശം ഇൻ ബിറ്റ്വീൻ 800 to 1000 സ്റ്റുഡൻസ് എവറി ഇയർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 സയൻസ് ടെക്നീഷ്യൻസ് ഉണ്ട്. അത് ഞാൻ അവിടെ ഒരു പെർമനൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പാർട്ട് ടൈം ആയിട്ടാണ്, അതായത് 3 days per week ഞാൻ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ കൊളീഗും പെർമനൻ്റ് ആണ്, പാർട്ട് ടൈം ആണ്. പിന്നെ അത് കൂടാതെ ഞങ്ങൾക്കൊരു വുഡ് വർക്കിന് ടെക്കിൻ്റെ ടെക്നീഷ്യൻ ഉണ്ട്. പിന്നെ IT ടെക്നീഷ്യൻ ഉണ്ട്, ITസിൻ്റെ. പക്ഷെ അവരിപ്പോൾ സെൻട്രലൈസ്ഡ് ആണ്. രണ്ടാമത് നമ്മുടെ എംപ്ലോയർ ആരാന്ന് വെച്ചാൽ കൗൺസിലാണ്. കൗൺസിലിൻ്റെ കീഴിലാണ് നമ്മുടെ ഈ ജോബ് വരിക. അപ്പോൾ എംപ്ലോയർ എന്ന് പറയുന്ന കൗൺസിലാണ്. നമ്മുടെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് സ്കൂളിലാണോ വർക്ക് ചെയ്യുന്നത് ആ സ്കൂളാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ലൈൻ മാനേജർ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ അവിടെ ഒരു PT ഉണ്ടാവും, അതായത് പ്രിൻസിപ്പൽ ടീച്ചറും ഉണ്ടായിരിക്കും. പിന്നെ അടുത്തൊരു പോയിന്റ്, അതായത് ക്വാളിഫിക്കേഷൻ. എന്താണ് സയൻസ് ടെക്നീഷ്യന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്നുള്ളത്? ബേസിക്കലി ഡിഗ്രി വേണമെന്നില്ല ഇവർ പറയുന്നത് വെച്ചിട്ട്. സയൻസിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നമുക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അതൊരു ഡിസൈറബിൾ എന്നേ ഉള്ളൂ, മാൻഡേറ്ററി അല്ല. ഇവിടെ പഠിക്കുന്നവരാണെങ്കിൽ നമ്മളിവിടുത്തെ A-level കോഴ്സ് കഴിഞ്ഞതിന് ശേഷം, ഇപ്പം സ്കോട്ട്ലൻഡിൽ പറയുകയാണെങ്കിൽ S6 കഴിഞ്ഞതിന് ശേഷം ഒരു ലാബ് അപ്രന്റീസ്ഷിപ്പോ അല്ലെങ്കിൽ വേറെ അതല്ലാതെ ഇൻഡസ്ട്രിയൽ ലെവൽ എക്സ്പീരിയൻസ് ഉള്ളവർ, അങ്ങനെയുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പം എൻ്റെ അറിവിൽ ഞങ്ങളുടെ കൗൺസിലിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും പക്ഷെ സയൻസിൽ ഡിഗ്രി ഉള്ളവരാണ്. അത് ഏത് ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി, എന്ത് വേണമെങ്കിലും ആവണം. അപ്പോൾ പക്ഷേ ഈ ഒരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞ ആള് സ്കൂൾ കഴിഞ്ഞതിന് ശേഷം 2 years വേറെ കോഴ്സ് ചെയ്തിട്ട് പിന്നെ ഓഫ് ഷോർ ഒരു 10-15 വർഷം ലാബിൽ വർക്ക് ചെയ്തതാണ്. അതിനുശേഷം പിന്നെ ഇവിടെ നാട്ടിൽ തന്നെ വലിയൊരു കെമിക്കൽ ഇൻഡസ്ട്രിയിൽ സയൻറ്റിസ്റ്റ് ലൈക്ക് ലെവലിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള, കെമിസ്ട്രി നല്ല നോളജ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സയൻസിൽ നമുക്ക് ഡിഗ്രി വേണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് നമ്മൾ സ്കൂളിൽ ഇതിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരിക കെമിസ്ട്രി ആൻഡ് ബയോളജിയാണ്. അപ്പം നമുക്ക് അതിലൊരു ജനറൽ അവയർനെസ് വേണം. കാര്യം നമ്മൾ ചെന്ന് കഴിഞ്ഞ് നമ്മൾ വലിയ വലിയ കെമിക്കൽസ്, നമുക്കിപ്പം കോൺസെൻട്രേറ്റഡ് കെമിക്കൽസ് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, അതായത് മൊളാരിറ്റി, നോർമാലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എൻ്റെ ജോലി കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. സ്കൂളിൽ സയൻസ് ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ സ്കൂളിൽ 9 ക്ലാസ് റൂംസ് ആണുള്ളത് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു 11-12 പേര്, ചിലപ്പോൾ അതിൽ കൂടുതൽ, അതായത് പെർമനൻറ്റ് ടീച്ചേഴ്സ് കൂടാതെ പിന്നെ ഇടയ്ക്ക് 3-4 ടീച്ചേഴ്സ് അധികം പറ്റും വരാറുണ്ട്. ചിലപ്പോൾ പ്രൊബേഷണറി ടീച്ചേഴ്സ് ആയിരിക്കാം, ട്രെയിനിങ് ടീച്ചേഴ്സ് ആയിരിക്കാം. പിന്നെ അതല്ലാതെ ആരെങ്കിലുമൊക്കെ മെറ്റേണിറ്റി ലീവിൽ പോകുമ്പോൾ അങ്ങനെ. അപ്പോൾ അങ്ങനെ കുറച്ച് ഒരു 9 ലാബ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ഒരു 12 പേരോളം ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ അവരുടെ എല്ലാ ക്ലാസ് റൂമിലേക്കും, നമ്മുടെ നാട്ടിലെ പോലെ അല്ല, അതായത് നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ ക്ലാസ് റൂം ഒരിടത്ത് ലാബ് വേറൊരിടത്തെന്നാണ്. ഇവിടെ അങ്ങനെയല്ല, ക്ലാസ് റൂം തന്നെയാണ് ലാബും. അപ്പോൾ ഓരോ ക്ലാസ്സിലേക്കും അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിക്വസ്റ്റ് അയക്കും. ഇപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഇപ്പോൾ കെമിസ്ട്രിക്ക് ആണെങ്കിൽ ഇന്ന സാധനങ്ങൾ വേണം എന്ന് നമുക്കൊരു റിക്വസ്റ്റ് മെയിൽ വരും. അപ്പോൾ ആ മെയിൽ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ട്രേ പ്രിപ്പയർ ചെയ്യുക എന്നാണ് നമ്മൾ പറയുക. അതായത് 20 സ്റ്റുഡൻസ് ആണ് ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഡെമോ ആണെങ്കിൽ നമ്മൾ ഒരു സെറ്റ് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ക്ലാസ്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ, പ്രാക്ടിക്കൽ സെഷൻ ആണെങ്കിൽ
10 ബോട്ടിൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. കാര്യം കുട്ടികൾ കൂടുതലും പെയർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഇത് കെമിക്കൽസ് ആണോ വേണ്ടത്, അതിന് നമ്മൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവുക ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സൾഫ്യൂരിക് ആസിഡ് ആണെന്ന് വെക്കും. അപ്പോൾ നമ്മൾ അതിനെ ഡൈലൂട്ട് ചെയ്തിട്ട് ഒരു 2 മോളാറിലാക്കിയിട്ട് വലിയ ബോട്ടിൽസ് വെച്ചിട്ടുണ്ടാവും. പിന്നെ ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ അവർക്ക് എത്രയിലാണ് വേണ്ടത്, 0.5 ആണോ, 1 ആണോ, 2 ആണോ, ഏത് മോളാരിറ്റിയാണ് വേണ്ടത്, അതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് 10 ബോട്ടിൽസ് ഓഫ് സൊല്യൂഷൻ, 10 ബോട്ടിൽസ് ഓഫ് കെമിക്കൽസ്, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി ഒരു ട്രേയിൽ നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ആ ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ അത് കൊണ്ടു കൊടുക്കും. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ജോബ്. ബയോളജിയിലും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ റിക്വസ്റ്റ് വരും, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. ബയോളജി ചില സമയത്ത് നമുക്ക് മൈക്രോബയോളജി ഒക്കെ വരാറുണ്ട്, അതായത് ഏഗാർ പ്ലേറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ജോബ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ഇത് വളരെ വർക്ക് പ്രഷർ ഉള്ളൊരു ജോലിയാണോ എന്നുള്ളതാണ്. ഇത് അത്ര എനിക്ക് അങ്ങനെ വലിയൊരു പ്രഷറൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. വളരെ വളരെ ഈസി ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജോബായിട്ടാണ് തോന്നിയിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും, നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യാനുള്ള ടൈം കിട്ടും. അല്ലാതെ ഇങ്ങനെ സഡൻ ആയിട്ട് വന്നിട്ട് എന്തെങ്കിലും ഒന്നും ചെയ്യേണ്ടി വരില്ല. ടീച്ചേഴ്സ് ഇടയ്ക്ക് വരാറുണ്ട്, ലാസ്റ്റ് മിനിറ്റിൽ ഒരു എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട് റിക്വസ്റ്റുമായിട്ട്. ഇപ്പം എല്ലായിടത്തും ഉള്ളതാണല്ലോ ഇങ്ങനെ ലാസ്റ്റ് നിമിഷം കുറച്ച് പേര് വരിക എന്നുള്ളത്. പക്ഷെ അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ വലിയ ക്ലാസ്സസിന് എന്തെങ്കിലുമൊക്കെ വേണ്ടതാണെങ്കിൽ അവർ നേരത്തെ തന്നെ നമുക്ക് റിക്വസ്റ്റ് അയക്കും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു വർക്ക് പ്രഷറൊന്നുമില്ല. അതായത് നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഓരോ ടേമും, അതായത് 4 ടേമാണല്ലോ സ്കൂളിലുള്ളത്. അപ്പോൾ ഈ ഓരോ ടേമിലും ഉള്ള ഒരു വർക്ക് ലോഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾക്ക് S4, S5, S6 സ്റ്റുഡൻസിന് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്ത് കൊടുക്കണ്ട, കാരണം അവരുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സസിനുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ പക്ഷെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ വരും. അതായത് ഈ ക്ലാസ് റൂമിലുള്ള ഈ എല്ലാ സാധനങ്ങളും, അതായത് പിന്നെ സയൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ബീക്കേഴ്സ്, വോളിമെട്രിക് ഫ്ലാസ്ക്, കോണിക്കൽ ഫ്ലാസ്ക്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കറക്റ്റ് നമ്പേഴ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കി നമ്മളെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് കൊടുക്കും നെക്സ്റ്റ് ഇയറിന് വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, അതായത് പെൻസിൽ, പേപ്പർ, പിന്നെ ഷാർപ്നർ, എറേസർ, ഇങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങളും കറക്റ്റ് നമ്പർ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് സോർട്ട് ചെയ്ത് വെച്ച് കൊടുക്കും. അപ്പം അങ്ങനത്തെ പിന്നെ നെക്സ്റ്റ് ഇയറിന് വേണ്ടിയിട്ട് ഉള്ള ജോട്ടേഴ്സ് പറഞ്ഞാൽ ബുക്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ബുക്സിന് ജോട്ടേഴ്സ് എന്നാണ് പറയുക. അത് നമ്മൾ സ്കൂളിൽ ഓർഡർ ചെയ്ത് വരുത്തും, എന്നിട്ട് അതിനെ ഓരോ ക്ലാസ് റൂമിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ജനറൽ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മുന്നത്തെ ടേമാണ്, അതായത് 3rd ടേമാണ് ഏറ്റവും ബിസി ആയിട്ടുള്ളൊരു ടൈം. അതെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് എത്ര അഡ്വാൻസ്ഡ് ഹയർ സ്റ്റുഡൻസ് ഉണ്ടോ, അതായത് S6 പഠിക്കുന്ന കുട്ടികളുണ്ടോ, അവർക്കെല്ലാം അസൈൻമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ അസൈൻമെൻറ്റ്സ് എല്ലാം നമ്മൾ ഓരോ കുട്ടിക്കും ഓരോ അസൈൻമെൻറ്റാണ്. അപ്പോൾ അവർ അതിൻ്റെ റിക്വസ്റ്റും കൊണ്ടുവരും. അതിന് വേണ്ട കെമിക്കൽസ് എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. പിന്നെ കുട്ടികളല്ലേ, അവർക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കാര്യമായിട്ട് അതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് അവരുടെ കൂടെ വേണ്ടി വരും. ചിലപ്പോൾ അവർ പറയുന്ന അളവിനുണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്നും മതിയാവില്ല. അവരപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി വരും, പിന്നെയും വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ബയോളജി, കെമിസ്ട്രിയിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ ഏകദേശം 21 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും അഡീഷണൽ ട്രേ യൂഷ്വൽ വർക്കിന്റെ കൂടെയാണ് നമ്മൾ ഇതും കൂടി പ്രിപ്പയർ ചെയ്യേണ്ടി വരിക. അപ്പോൾ 3rd ടേം എപ്പോഴും കുറച്ച് ബിസി ആയിട്ടുള്ള സമയമാണ്. ബാക്കിയുള്ളതൊന്നും അത്രയും തിരക്ക് വരാറില്ല. പിന്നെ ക്ലാസ് റൂംസിൽ ഈ പറയുന്ന പോലെ ബൺസൺ ബേണേഴ്സ്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓക്കെ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ശരിക്കും പറഞ്ഞാൽ സയൻസ് ടെക്നീഷ്യന് 2 റൂമുണ്ട്. ഒരു പ്രെപ്പ് റൂം മീൻസ് പ്രിപ്പറേഷൻ റൂം, ഒരു കുറച്ച് വലിയ റൂമാണ്, വിത്ത് കമ്പ്യൂട്ടറും സിസ്റ്റം എല്ലാം ഉണ്ടായിരിക്കും. നമ്മൾ അവിടെയാണ് എപ്പോഴും ഇരിക്കാറ്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു കെമിക്കൽസിന്റെ റൂം ഉണ്ടാവും, സ്റ്റോർ റൂം. അപ്പോൾ ഈ സ്റ്റോർ റൂമിലുള്ള കെമിക്കൽസ് എല്ലാം പല ടൈപ്പ് ഓഫ് കെമിക്കൽസ് ഉണ്ടാവും. അതെല്ലാം നമ്മൾ സ്റ്റോർ റൂമിൽ അതിന് സെപ്പറേറ്റ് ഷെൽഫിൽ കറക്റ്റ് ഓർഡറിൽ സോർട്ട് ചെയ്ത് വെക്കുക. കെമിക്കൽസ് തീരുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തുക. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെൻട്രി റിലേറ്റഡ് കാര്യങ്ങളെല്ലാം നമ്മളാണ് ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ സയൻസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ട പിന്നെ പേപ്പേഴ്സ്, ബാക്കി കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മളാണ് വരുത്തുന്നതും സോർട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന ജോലി എന്ന് പറയുന്നത്. ഇനി സയൻസ് ടെക്നീഷ്യൻ ജോബിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ പറയാം. മെയിനായിട്ട് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സ്കൂൾ ഹോളിഡേയ്സ് വരുമ്പോഴെല്ലാം നമുക്കും ഹോളിഡേയ്സ് ആണ്, ടീച്ചേഴ്സിനെ പോലെ തന്നെയാണ്. അതായത് ഇപ്പം നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണ്. അപ്പോൾ ഓഗസ്റ്റ് 21 വരുമ്പോൾ അതിന് 2 ഡേയ്സ് മുന്നേ തൊട്ട് നമുക്ക് 2 ഡേ ട്രെയിനിങ് ഉണ്ട്. 19th സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അടുത്ത
ഒക്ടോബർ വരുമ്പോൾ ഹോളിഡേയ്സ് വരുന്നുണ്ട് 2 വീക്സ്. അപ്പോൾ ആ 2 വീക്സ് നമുക്ക് കിട്ടും. പിന്നെ ഡിസംബറിൽ ഹോളിഡേയ്സ് വരും 2 വീക്സ്. അപ്പോൾ അത് കിട്ടും സെക്കൻഡ് ടേം കഴിയുമ്പോൾ. തേർഡ് ടേം കഴിഞ്ഞ് ഏപ്രിൽ ഹോളിഡേയ്സ് വരും, എഗെയിൻ 2 വീക്സ് നമുക്കത് കിട്ടും. പിന്നെ ഈ ജൂൺ എൻഡ് കഴിയുമ്പോൾ ജൂലൈ ഓഗസ്റ്റ് സമ്മർ ഹോളിഡേയ്സ്. അപ്പോൾ ഫുൾ ഹോളിഡേയ്സ് അതേപോലെ കുട്ടികൾക്ക് കിട്ടുന്ന പോലെ തന്നെ നമുക്കും കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഈ ജോബിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു മിനിമം സാലറി ഉള്ളൂ. അതായത് ബാൻഡ് 5 വരിക. ഇപ്പൊ കാര്യമായിട്ട് ഇയർ എൻഡ് വരുമ്പോൾ കാര്യമായിട്ട് സാലറിയും നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഹോളിഡേ ടൈമിനും സാലറി കിട്ടും കേട്ടോ. ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് സാലറി ഉണ്ട്. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഈ ജോബ് സെലക്ട് ചെയ്തതെന്നെ കുറിച്ച് പറയാം. അതായത് ഇപ്പൊ എൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ വീട്ടിൽ ഏട്ടൻ്റെ വർക്ക് ടൈം എന്ന് പറയുന്നത് 8 to 5 ആണ്. അല്ലെങ്കിൽ ഓൺ കോൾസ് വരുമ്പോൾ ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ വന്ന ടൈമിൽ, അതായത് മക്കള് ഇപ്പൊ സെക്കൻഡറി സ്കൂളിലാണ്, പ്രൈമറി സ്കൂളിലായിരുന്ന സമയത്ത് ഇവിടെ കാര്യമായിട്ട് മലയാളീസ് ഒന്നും ആ ടൈമിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആരോടെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഡ്രോപ്പ് ഓഫ് ചെയ്യാനോ ഒന്നും പറയാൻ പറ്റുന്ന ഒരു, അതായത് ഇപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ജോലി നോക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും സ്കൂളായിരുന്നു. അപ്പൊ സ്കൂളാണെങ്കിൽ എനിക്ക് എന്താന്ന് വെച്ചാൽ കുട്ടികൾ വീട്ടിലുണ്ടാവുമ്പോൾ ഞാനും വീട്ടിലുണ്ടാവും, എനിക്ക് ആ ഹോളിഡേയ്സ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ രാവിലെ അവരെ ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട് സ്കൂളിലോട്ട് പോയാൽ മതി. പിന്നെ അങ്ങനെ വലിയൊരു പ്രശ്നമില്ലാതെ എനിക്ക് വീടും സ്കൂളും എൻ്റെ ജോബും മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ജോബ് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളിലെ ജോബാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ സ്കൂളിൽ നമുക്ക് കിട്ടാവുന്ന ജോബ് എന്ന് പറയുന്നത് ഓഫീസ് സ്റ്റാഫ് എന്നുള്ളത് കിട്ടാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്കൂൾ ടെക്നീഷ്യൻ, പിന്നെ ഉള്ളത് ലേണിംഗ് അസിസ്റ്റന്റ് ആണ്. ടീച്ചേഴ്സിന്റെ ജോബ് കിട്ടുന്നത് അത്ര ഈസി അല്ല. അതിന് വേറെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. ഞാനപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇന്ന് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിലേതെങ്കിലും ആയിരുന്നു എൻ്റെയും പ്രിഫറൻസ്. അങ്ങനെയാണ് ഞാൻ സയൻസ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു ജോബിലേക്ക് എത്തിച്ചേർന്നത്. പിന്നെ എന്താ പറയുക, ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു പ്രധാന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നാട്ടില് സത്യം പറഞ്ഞാൽ നമുക്കൊരു ജോബിന്റെ ഒരു ലൈഫും നമ്മുടെ, അതായത് വർക്ക് ലൈഫ് ആൻഡ് നമ്മുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഡിസ്റ്റിങ്ക്ട് ചെയ്യാൻ പറ്റാറില്ല. രണ്ടും കൂടി ഒരുമിച്ചങ്ങ് കിടക്കുന്നു അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ എൻ്റെ ലൈൻ മാനേജർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏൺ ചെയ്യുന്നതിന് വേണ്ടി വരുന്നൊരു ജോബാണ്. അപ്പൊ ഇതിനൊരു ജോബായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ഇതിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടെങ്കിൽ ഉടനെ വരിക, ഓക്കെ, ഉടനെ എൻ്റെ അടുത്തേക്ക് വരിക. അല്ലാതെ അതിങ്ങനെ മനസ്സിൽ വെച്ച് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ആക്കാൻ നിൽക്കരുത് എന്നാണ് പറഞ്ഞത്. ഇതേ സമയത്ത് നാട്ടിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയട്ടെ. 2011 ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത് അഗ്രികൾച്ചർ ഓഫീസറായിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേ വിളയൂരാണ് AO ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ബ്ലോക്കിന് അകത്തുള്ള വിളയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ കെട്ടുകണക്കിനാണ് രജിസ്റ്റേഴ്സ്, സ്കീംസിൻ്റെ ഫയൽസ്, ആപ്ലിക്കേഷൻ ഫോംസ്, ടാക്സ് അടച്ച പേപ്പർ, ഇതെല്ലാം കൂടി ഇങ്ങനെ കുറേ രജിസ്റ്റേഴ്സ്, ഇതെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു സാറ്. അപ്പം ഞാനിങ്ങനെ നോക്കുക, ആ രജിസ്റ്റർ ഉണ്ടോ നോക്കുക, സൈൻ ചെയ്യുക, ടിക്ക് ചെയ്യുക, സൈൻ ചെയ്യുക, ടിക്ക് ചെയ്യുക, സൈൻ ചെയ്യുക. ഈ പ്രോസസ്സ് ഏകദേശം 7:30 വരെ, രാത്രി 7:30 വരെ തുടർന്നപ്പോഴാണ് എല്ലാം ഒന്ന് എനിക്ക് ഹാൻഡിൽ ചെയ്തത് സാറ്, ഹാൻഡ് ഓവർ നടന്നത്. അതായത് അത്രയും സാധനം എനിക്കുണ്ടായിരുന്നു. അതൊന്നും ഞാൻ നോക്കിയില്ല. അവിടെ അങ്ങനെയാണ്, നമ്മൾ AO അടുത്ത ദിവസം വരും എന്ന് അറിയുമ്പോൾ എല്ലാം കെട്ടിപ്പറക്കി ഇങ്ങനെ വെക്കും, AOക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ. അത് കാണിക്കുക, ടിക്ക് ചെയ്യുക, അതിനുള്ള ടൈമേ ഉള്ളൂ. അങ്ങനെ രാത്രി 7:30 ആയപ്പോഴാണ് തീർന്നത്. അപ്പൊ നെക്സ്റ്റ് ഡേ എനിക്ക് ADA മീറ്റിംഗ് ഉണ്ട് പറഞ്ഞു. ഞാൻ അവിടെ പോയി. ADA മീറ്റിംഗ് കുഴപ്പമില്ല, സാറ് നല്ലൊരു സാറായിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം DD മീറ്റിംഗ് ഉണ്ട് പറഞ്ഞു, അതായത് JDA ഓഫീസിൽ പാലക്കാട്. അപ്പൊ അതിന് പോകണം. അപ്പൊ അങ്ങനെ ഞാൻ അതിന് പോയി. അപ്പൊ അന്നത്തെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ മാഡം എന്നെ വിളിച്ചിട്ട് വിളയൂരിലെ പഞ്ചായത്തിലെ ടോട്ടൽ ഏരിയ, പിന്നെ നെറ്റ് ഏരിയ, ഫസ്റ്റ് ക്രോപ്പ് ഏരിയ, സെക്കൻഡ് ക്രോപ്പ് ഏരിയ, തേർഡ് ക്രോപ്പ് ഏരിയ എന്ന് പറഞ്ഞിട്ട് പാഡിയുടെ എല്ലാം കൂടി എടുത്തിട്ട് ചോദിച്ചെന്നെ കുടഞ്ഞു. എനിക്ക് ഒരു ഐഡിയ ഇല്ല, കാര്യം ഞാൻ ഒന്നും നോക്കിയിട്ടില്ല, ഒന്നും നോക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ ആ കൂടി ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ മാഡം ഞാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുന്നേ വിളയൂരിരുന്ന AO എന്ന് പറയുന്ന ഭാസ്കരൻ സാറാണ്. സാർ നല്ലൊരു സാറാണ്. അപ്പൊ സാർ എണീറ്റ് എന്നിട്ട് പറഞ്ഞു, സാറിന് അന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-50 വയസ്സിൻ്റെ അടുത്ത്. സാർ എണീറ്റ് പറഞ്ഞു, സാറെ കുട്ടി
ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളൂ ഇന്നലെ. ഇപ്പൊ മാഡം എടുത്ത വഴി അതൊന്നും എനിക്കറിയണ്ട, ഞാൻ ചോദിക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറയും. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത ഈശ്വര, ഇത് ഞാൻ എങ്ങനെയാണ് അറിയുക? ഞാൻ അവിടെ പോയിട്ടൊന്ന് നോക്കിയിട്ട് പോലും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഇത് പറയാൻ പറ്റുക എന്നാലോചിച്ചു. അപ്പോൾ അതായത് നമ്മളെ എടുത്തിങ്ങനെ എന്താ പറയാ, തിളച്ച എണ്ണയിലോട്ട് അങ്ങ് എടുത്ത് ഇടുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ അന്ന് കയറിയ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ഒരു ട്രെയിനിങ്, അതിന് മുന്നേ ഒരു ഇൻഡക്ഷൻ പീരീഡ് പോലും തന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 വീക്സ് സാധാരണ എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങൾ അതിലോട്ട് ചെന്നത്. നേരെ തിരിച്ച് ഇവിടെ എന്താ എൻ്റെ അടുത്ത് എൻ്റെ ലൈൻ മാനേജർ പറഞ്ഞെന്ന് വെച്ചാൽ, എന്താ പറയാ, ഈ ജോലിയെ കുറിച്ചുള്ള ഒരു ടെൻഷൻ പാടില്ല, അത് എൻജോയ് ചെയ്യുക, അത് ഏൺ ചെയ്യുക, എന്നിട്ട് ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു ബേസിക് ഡിഫറൻസ് ആയിട്ട് എനിക്ക് ഫസ്റ്റ് ഡേയിൽ തന്നെ തോന്നി. പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാൻ എന്താ, ഇപ്പോൾ ജോബ് ആസ് യൂഷ്വൽ ഫസ്റ്റ് ഇയർ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, സയൻസ് ടെക്നീഷ്യൻ എന്നുള്ള ജോബ്. കാര്യം അത് ഏത് ജോബിൽ നമ്മൾ ചെന്നാലും അങ്ങനെ തന്നെയാണല്ലോ. ഫസ്റ്റ് ചെല്ലുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്മൂത്ത് ആണ് കേട്ടോ, വലിയ പ്രശ്നമൊന്നും. പിന്നെ വേറെന്താ, അപ്പൊ വേറെ പ്രത്യേകിച്ച് സയൻസ് ടെക്നീഷ്യൻ ജോബിനെ കുറിച്ചൊന്നും പറയാനില്ലാത്തതൊന്നു. പിന്നെ കൗൺസിലിന്റെ ഒരു ഇന്റർവ്യൂ എങ്ങനെയാണ്, CV നമ്മൾ എങ്ങനെയാണ് ഇപ്പം സയൻസ് ടെക്നീഷ്യൻ ആയാലും അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങൾ എന്താണ്, ഇന്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ജോലിക്ക് കയറി കഴിഞ്ഞാലും അവിടെ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കും. നമ്മളിങ്ങനെ നമ്മുടെ അയ്യോ ഞാനൊരു പാവമാണ്, അയ്യോ എനിക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഞാനിവിടെ പുതിയതാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു വിനയം ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ആവശ്യമില്ല. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ട് പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ സയൻസ് ടെക്നീഷ്യനെ കുറിച്ചുള്ള ഒരുവിധം കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്ത വീഡിയോയിൽ വേറെ കുറച്ച് വിശേഷങ്ങളുമായി കാണുന്നവരെ ബൈ ബൈ.